കേരളത്തിൻ്റെ സ്റ്റാർട്ടപ്പ് മേഖലയിൽ അഭൂതപൂർവമായ വളർച്ചയുണ്ടായി എന്ന സ്റ്റാർട്ടപ്പ് ജനോം എന്ന സ്ഥാപനത്തിൻ്റെ റിപ്പോർട്ട് മുഖ്യമന്ത്രി ഇൻവെസ്റ്റേഴ്സ് മീറ്റിലധികം അടക്കം ഉന്നയിച്ചു. ആ റിപ്പോർട്ട് വെച്ചുകൊണ്ടാണ് സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം വലുതായി എന്ന് പറയുന്നത്. സ്റ്റാർട്ടപ്പ് ജനോം എന്ന് പറയുന്ന സ്ഥാപനമാണ്. പക്ഷേ ഞാനൊരു ഗുരുതരമായ ആരോപണം ഉന്നയിക്കുകയാണ്. ഈ സ്ഥാപനത്തിന് പണം കൊടുത്തിട്ടാണ് ഇങ്ങനെയൊരു റിപ്പോർട്ട് ഉണ്ടാക്കിയത്. പണം കൊടുത്തിട്ടാണ്. അവരുടെ ക്ലയൻ്റാണ് ഇപ്പോൾ നമ്മുടെ സ്റ്റാർട്ടപ്പ് മിഷൻ. അവർക്ക് 2021 മുതൽ പണം നൽകിക്കൊണ്ടിരിക്കുകയാണ്. 2021 $13,500 സ്റ്റാർട്ടപ്പ് ജനോമിന് നമ്മൾ കൊടുത്തതാണ്. 2022 $4,500, 2023 $15,000, 2024 $15,000. അങ്ങനെ മൊത്തം $48,000 ഈ 21 മുതൽ 24 വരെ സ്റ്റാർട്ടപ്പ് ജനോം എന്നുള്ള കമ്പനിക്ക് കൊടുത്തിരിക്കുന്നത്. അങ്ങോട്ട് പണം കൊടുത്ത് ആ സ്ഥാപനത്തിനെ കൊണ്ട് റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ട് ആ റിപ്പോർട്ടാണ് വലിയ റിപ്പോർട്ടാണെന്ന് പറയുന്നത്. സത്യത്തിൽ അവർ കാണിച്ചൊരു കൗശലമാണ്. 2019 തൊട്ട് 21 വരെയുള്ള ഒരു കാലഘട്ടം ഉണ്ടാക്കുകയും 2021 മുതൽ 24 വരെ രണ്ടാമത്തെ കാലഘട്ടം ഉണ്ടാക്കുകയും ഒന്നാമത്തെ കാലഘട്ടത്തിൽ നിന്ന് രണ്ടാമത്തെ കാലഘട്ടം എത്തിയപ്പോൾ 254% വളർച്ചയുണ്ടായി എന്നുള്ള അവകാശവാദമാണ് അവർ പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ ഒരു മാർക്ക് കിട്ടിയത് മറ്റേത് കോവിഡ് കാലമാണ്. 2019-21 ഒരു സ്റ്റാർട്ടപ്പ് കൊണ്ട് ഒരു പെട്ടിക്കട തുടങ്ങാത്ത കാലമാണ്. ആ സമയത്ത് ഉണ്ടാക്കിയിരിക്കുന്നത് 0 ആണ്. അവിടെ നിന്ന് ഒരു മാർക്ക് കിട്ടിയാൾക്ക് 4 മാർക്ക് കിട്ടിയെന്ന് പറയുമ്പോൾ എത്രയാ? 300% വർധനവാണ്. വേറൊരു സംസ്ഥാനത്ത് 8 ആയിരുന്നത് 10 ആയപ്പോഴോ അവിടെ 25% വർധനവേ ഉള്ളൂ. ഇങ്ങനെയുള്ളൊരു കാപട്യമാണ് ഈ കമ്പനി ഊതിപ്പെരിപ്പിച്ച് ഉണ്ടാക്കിയ ഒരു കാപട്യമാണ് ഈ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം. സ്റ്റാർട്ടപ്പ് ജനോം എന്ന് പറയുന്ന സ്ഥാപനം തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്ന് വളരെ വ്യക്തമാണ്. ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അവർ ഉണ്ടാക്കിയിരിക്കുന്നതെല്ലാം ഇതാണ്. അവർ അതനുസരിച്ച് ആർട്ടിക്കിൾ ഉണ്ടാക്കി ഈ രീതിയിൽ സ്റ്റാർട്ടപ്പ് ജനോം എന്ന് പറയുന്ന കമ്പനിയാണ് ഈ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ പബ്ലിസിറ്റി കൊടുത്ത് ഇങ്ങനെ ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത് എന്ന് വളരെ വ്യക്തമായിരിക്കുകയാണ്. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ അങ്ങോട്ട് പണം കൊടുത്ത് ഏജൻസികളെ വെച്ച് ഉണ്ടാക്കി നമ്മളോട് തർക്കിക്കാൻ വരുന്നത്? ഞങ്ങളിത് തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞതാണ്. ഈ സ്ഥാപനത്തിൻ്റെ ക്ലയൻ്റാണ് സ്റ്റാർട്ടപ്പ് മിഷൻ എന്നും പണം കൊടുത്ത് ഉണ്ടാക്കിയ ഒരു തട്ടിക്കൂട്ട് റിപ്പോർട്ടാണ് ഇതെന്നും ആരോപണം ഉന്നയിച്ചിരുന്നു. അത് ഞങ്ങളിത് ആരോപണമായിട്ട് തന്നെയാണ് ഉന്നയിക്കുന്നത്. അവർക്ക് പണം കൊടുത്തുണ്ടാക്കിയതാണ്. ഈ ആരോപണം നിഷേധിച്ചാൽ അതിനുള്ള തെളിവുകൾ ഞങ്ങൾ ഹാജരാക്കാം. പണം കൊടുത്തുള്ളതിൻ്റെ തെളിവുകൾ ഞങ്ങൾ ഹാജരാക്കാം. സത്യത്തിൽ റിപ്പോർട്ടിൽ കേരളം മുൻപന്തിയിൽ നിൽക്കുന്നത് അഫോർഡബിൾ ടാലൻറ്റ് എന്നുള്ള ഗണത്തിലാണ്. സ്വാഭാവികമായിട്ടും മറ്റ് സംസ്ഥാനങ്ങളെയും രാജ്യങ്ങളെയും അപേക്ഷിച്ച് നമ്മുടെ മാനവ വിഭവശേഷി എന്ന് പറയുന്നത് വലുതാണ്. ശമ്പളം കുറവാണ്. കുറഞ്ഞ ശമ്പളത്തിൽ ജോലി ചെയ്യും. അതുകൊണ്ടാണ് അഫോർഡബിൾ ടാലൻറ്റ്. യൂറോപ്പിൽ നിന്നോ മറ്റ് രാജ്യങ്ങളിൽ നിന്നോ ആളുകളെ വയ്ക്കുന്നതിനേക്കാൾ എളുപ്പത്തിലുള്ള ആളുകളെ, ഇപ്പോൾ ടെക്നീഷ്യൻസിനെ വയ്ക്കുന്നതിലോ IT എക്സ്പേർട്സിനെ വയ്ക്കുന്നതിലോ നല്ല എക്സ്പേർട്സ് ആയിട്ടുള്ള ആളുകളുണ്ട്. മറ്റ് സ്ഥലങ്ങളിൽ നിന്നിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സാലറി കുറച്ച് മതി. അതാണ് അഫോർഡബിൾ ടാലൻറ്റ്. ആ കാര്യത്തിൽ നമ്മൾ പണ്ട് ഒന്നാം സ്ഥാനം. നമുക്ക് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സസ് എന്നും മുമ്പിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. അതിനാണ് ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത്, അല്ലാതെ അല്ല. അതുപോലെ ഇന്നലെ നിയമസഭയിൽ $48,000 കൊടുത്തു. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് തരാം. ഓരോ വർഷം കൊടുത്തതിൻ്റെ ഡീറ്റെയിൽസ് തരാം. പിന്നെ ഇന്നലെ നിയമസഭയിൽ മന്ത്രി പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അടിയന്തര പ്രമേയ നോട്ടീസിൽ സിക്കിം വർദ്ധിപ്പിച്ചിട്ടില്ല. സിക്കിം ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാണ് എൻ്റെ കയ്യിലുള്ളത്. 1/10/2022 അവർ 10,000 രൂപയായിട്ട് വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള അവരുടെ ഉത്തരവാണ്. മന്ത്രിമാരൊക്കെ നിയമസഭയിൽ ഉത്തരം പറയുമ്പോൾ ഞാൻ പാർലമെൻറ്റിലെ ചോദ്യത്തിനുള്ള ഉത്തരം നിയമസഭയിൽ ഹാജരാക്കിയായിരുന്നു. അപ്പോഴും ബഹളമാണ് ഉണ്ടാക്കിയത്. സിക്കിം സർക്കാരിൻ്റെ ഉത്തരവ് എൻ്റെ കയ്യിലുണ്ട്. 10,000 വർദ്ധിപ്പിച്ചത്. അതുപോലെ ആന്ധ്ര അവർ ടോട്ടൽ 10,000 ഇൻസെൻറ്റീവിനോടൊപ്പം. അപ്പോൾ അവർ 7,000 രൂപയാക്കി. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ 3,000 ആയിട്ട് 10,000 രൂപയാക്കി. അപ്പോൾ ഈ ആശാവർക്കർമാരുടെ സമരം ഒത്തുതീർപ്പിലെത്തിക്കാൻ മുഖ്യമന്ത്രി മുൻകൈ എടുക്കണമെന്ന് ഞാൻ വീണ്ടും ആവശ്യപ്പെടുകയാണ്. ഈ സമരത്തെ ഇങ്ങനെ തള്ളിപ്പറയാതെ, സമരം ചെയ്യുന്ന സ്ത്രീകളെ അപമാനിക്കാതെ, സമരക്കാരോടുള്ള ഈ ഒരു നിഷേധാത്മക സമീപനം അവസാനിപ്പിച്ച്
അവർ സ്ത്രീകളല്ലേ? നിങ്ങൾ അവരുടെ ഇടതുപക്ഷ LDFിൻ്റെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യമല്ലേ? അത് കൊടുക്കുന്നതിന്, ഒരു വർധനവുണ്ടാക്കി അവർക്ക് സഹായിക്കുന്നതിന് എന്തിനാണ് ഇങ്ങനെ ഒരു ഈഗോ വിചാരിക്കുന്നത്? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവരെ വിളിച്ച് ചർച്ച ചെയ്യണം എന്ന് ഞാൻ ഒന്നുകൂടി മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുകയാണ് ഇക്കാര്യത്തിൽ. പിന്നെ അദ്ദേഹത്തിൻ്റെ ലേഖനമുണ്ട് ഇന്ന് എല്ലായിടത്തും, അതായത് കോൺഗ്രസ്സിന് BJPയെ തോൽപ്പിക്കാൻ കഴിയില്ല. കഴിഞ്ഞ കുറച്ച് നാളായി പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം BJP അനുകൂല നിലപാടാണ് കേരളത്തിലെ മുഖ്യമന്ത്രി സ്വീകരിക്കുന്നത്. കാരണം ഒരു ന്യൂനപക്ഷ വികാരം ഉണർത്തുന്നതിന് വേണ്ടി പാർലമെൻറ്റ് കാലത്ത് ശ്രമിച്ചു. അതിൽ പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഒരു ഭൂരിപക്ഷ വർഗീയതയെ താലോലിക്കുന്ന ഒരു സമീപനമാണ് മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ പാർട്ടി എടുക്കുന്നത്. അതിനൊരു പ്രധാനപ്പെട്ട കാരണം പറയുന്നത് ഡൽഹിയിൽ AAPക്കെതിരായി മത്സരിച്ചു എന്നുള്ളതാണ്. AAP ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. ഞങ്ങൾ അവരുമായി ഒരുമിച്ച് മത്സരിക്കണം എന്ന് അവരോട് അഭ്യർത്ഥിച്ചിരുന്നു. AAP മത്സരിക്കാൻ തയ്യാറായില്ല. അവർക്ക് അലയൻസ് വേണ്ട, അവരൊറ്റയ്ക്ക് മത്സരിക്കാം എന്നുള്ള നിലപാടെടുത്തു. ഞങ്ങളൊരു ദേശീയ പാർട്ടിയല്ലേ, ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ മത്സരിക്കാതിരിക്കണം ഡൽഹിയിൽ. ഞാൻ ചോദിക്കട്ടെ, ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ പാർട്ടി അവിടെ മത്സരിച്ചല്ലോ, ആകെ 0.4% കിട്ടിയുള്ളൂ. ഇവർ മത്സരിച്ചില്ലെങ്കിൽ ആ 0.4% വോട്ട് കൂടി ആം ആദ്മിക്ക് കിട്ടിയിരുന്നെങ്കിൽ കുറച്ചുകൂടി സീറ്റ് അവർക്ക് കിട്ടുമായിരുന്നല്ല. ഇവർ മത്സരിച്ച് എന്നിട്ട് കോൺഗ്രസ് മത്സരിച്ചതിനെ കുറ്റപ്പെടുത്തുക. എന്തൊരു ഇരട്ടത്താപ്പാണിത്. AAPക്കെതിരായിട്ട് കോൺഗ്രസ് മത്സരിച്ചു, അതുകൊണ്ട് അവിടെ BJP ജയിച്ചു എന്നാണ് പറയുന്നത്. ഇവരും മത്സരിച്ചു, ആൾ കുറവാണെങ്കിൽ ഇവരും മത്സരിച്ചു, അവിടെ അന്ന് ഇവർക്ക് മത്സരിക്കാതിരിക്കാൻ പാടില്ലേ? ഇനി കർണാടകത്തിൽ ഞങ്ങളും BJPയുമായി ഏറ്റുമുട്ടുമ്പോൾ CPM മത്സരിച്ചല്ലോ. ആ CPM സ്ഥാനാർത്ഥിയുടെ പ്രചരണത്തിന് അവിടെ പോയതാരാ? ഈ മുഖ്യമന്ത്രി പോയി. അപ്പോൾ അവിടെ കോൺഗ്രസ് തോറ്റോട്ടെ, അവിടെ BJP വന്നാലും കുഴപ്പമില്ല എന്ന് മുഖ്യമന്ത്രി വിചാരിച്ചു. RSSൻ്റെയും BJPയുടെയും പിന്തുണയോടുകൂടി MLA ആയി അസംബ്ലിയിൽ വന്നയാളാണ് അദ്ദേഹം, ഇപ്പോഴല്ല, നേരത്തെ. അവർ 77 ഒരുമിച്ചല്ലേ മത്സരിച്ചത്? 89 അവർ തമ്മിൽ ധാരണ ഉണ്ടായിരുന്നില്ലേ? അത് പഴയ കാര്യങ്ങളെല്ലാം മറന്നുപോയിട്ട് പുതിയ കാര്യങ്ങളുമായിട്ട് ഇറങ്ങിയിരിക്കുക. കോൺഗ്രസ് ആണ് ദേശീയ തലത്തിൽ BJPയെ അതിശക്തമായി നേരിടുന്നത്. സംഘപരിവാറുമായി വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഉള്ള മുന്നോട്ട് പോകുന്നത് ശ്രീ രാഹുൽ ഗാന്ധിയാണ്. എവിടെയാണ് അദ്ദേഹം കോംപ്രമൈസ് ചെയ്തിട്ടുള്ളത്? ഞങ്ങളുടെ നേതാവല്ലേ രാഹുൽ ഗാന്ധി. എവിടെയാണ് അദ്ദേഹം BJPയുമായിട്ട് കോംപ്രമൈസ് ചെയ്തിട്ടുള്ളത്? എവിടെയാണ് കോൺഗ്രസ് BJPയുമായിട്ട് കോംപ്രമൈസ് ചെയ്തിട്ടുള്ളത്? BJPയുമായി കോംപ്രമൈസ് ചെയ്തിട്ടുള്ളത്, സംഘപരിവാറുമായി സെറ്റിൽ ചെയ്തിട്ടുള്ളത് പിണറായി വിജയൻ്റെ പാർട്ടിയാണ്, CPM. ഇപ്പം എന്താ പറയുന്നത്? ഫാസിസ്റ്റ് പാർട്ടിയല്ല BJP. പുതിയ കണ്ടുപിടുത്തമാണ് CPMൻ്റെ. ഇന്ത്യയിലെ മുഴുവൻ BJP ഇതര കക്ഷികളും നരേന്ദ്രമോദി സർക്കാർ ഫാസിസ്റ്റ് സർക്കാരാണ്, BJP സർക്കാർ ഫാസിസ്റ്റ് സർക്കാരാണ് എന്ന ഉറച്ച നിലപാടെടുക്കുമ്പോൾ ഈ നരേന്ദ്രമോദി സർക്കാർ ഫാസിസ്റ്റ് സർക്കാരല്ല എന്ന നിലപാടെടുക്കുന്ന BJP ഇതര ഏക പാർട്ടി CPM ആണ്. നവഫാസിസ്റ്റ് പോലുമല്ല, ആകാൻ ചാൻസ് ഉണ്ട് ഭാവിയിൽ. പുതിയ കണ്ടുപിടുത്തോ? സീതാറാം യെച്ചൂരി അതല്ലല്ലോ പറഞ്ഞിരിക്കുന്നത്. ഞാൻ സീതാറാം യെച്ചൂരിയുടെ എത്രയോ ആർട്ടിക്കിൾ വായിച്ചിട്ടുണ്ട്. സീതാറാം യെച്ചൂരി ഇത് ഫാസിസ്റ്റ് ഗവൺമെൻറ് ആണ് എന്ന അതിശക്തമായ നിലപാടാണ് യെച്ചൂരി എടുത്തിരുന്നത്. യെച്ചൂരി മരിച്ചു കഴിഞ്ഞപ്പോൾ യെച്ചൂരി എടുത്തിരുന്ന നിലപാട് യെച്ചൂരിയുടെ വ്യക്തിപരമായ നിലപാടായിരുന്നു. പാർട്ടി ജനറൽ സെക്രട്ടറി അല്ലായിരുന്നു. പാർട്ടി ജനറൽ സെക്രട്ടറി എടുക്കുന്നത് പാർട്ടിയുടെ നിലപാടല്ലേ? അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ പാർട്ടി എടുത്ത നിലപാട്, അദ്ദേഹം എടുത്ത നിലപാടിനെ തള്ളി പറയുന്നതിനാണ് ന്യായീകരണം മുഖ്യമന്ത്രി പറയേണ്ടത്. സീനിയർ പോളിറ്റ് ബ്യൂറോ മെമ്പർ അല്ലേ? സീനിയർ പോളിറ്റ് ബ്യൂറോ മെമ്പർ. ഇത് BJP ഫാസിസ്റ്റ് പാർട്ടി അല്ല, ഈ സർക്കാർ ഫാസിസ്റ്റ് സർക്കാരല്ല എന്ന നിലപാട് CPM എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വരിക. എന്നാലോചിച്ച് നോക്കിയേ. അല്ല, ലീഗ് വിരുദ്ധ പരാമർശങ്ങളാണ് പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞിട്ട് മുഴുവൻ സമയവും അദ്ദേഹം പറഞ്ഞിരുന്നത്. ലീഗ് വിരുദ്ധ, ലീഗ് SDPIയെയും അതുപോലെ എന്താണ് ജമാഅത്ത് ഇസ്ലാമിയെയും കൂട്ടുപിടിച്ചിട്ടാണ് ലീഗ് നിൽക്കുന്നതെന്നുള്ള ആരോപണം നിരന്തരമായി ഉന്നയിച്ചുകൊണ്ടിരുന്നതല്ലേ? പാർലമെന്റ് വരെ ലീഗിൻ്റെ പുറകെ നടക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ ലീഗ് അതിശക്തമായ നിലപാടെടുത്ത്. എന്താ പാണക്കാട് സാദിഖ് അലി തങ്ങൾ പറഞ്ഞത്? UDFിൻ്റെ കൂടെ നിൽക്കാൻ 1000 കാരണങ്ങളുണ്ട്, LDFിൽ പോകാൻ ഒരു കാരണം പോലും ഇല്ലെന്ന് പറഞ്ഞ് അദ്ദേഹം ആ ചാപ്റ്റർ ക്ലോസ് ചെയ്ത. അപ്പോഴാണ് കിട്ടാത്ത മുന്തിരിങ്ങ പൊളിക്കുമല്ലോ, അപ്പോഴാണ് വർഗീയത ആരോപിച്ചത് ഈ ലീഗിൻ്റെ മീത്. കുറേ പുറകെ നടന്ന് കിട്ടാതായപ്പോൾ ചാടിയിട്ടും മുന്തിരിങ്ങ കിട്ടാതായപ്പോഴാണ് മുന്തിരിങ്ങയ്ക്ക് പുളിയാണെന്ന് പറഞ്ഞു. അല്ല, അത് പറഞ്ഞോട്ടെ, അതൊന്നും പറഞ്ഞാൽ വീഴുന്നവരല്ലല്ലോ അവർ. അവർക്കറിയാമല്ലോ അവർക്കെതിരായിട്ടുള്ള അവർ വർഗീയത ആളിക്കത്തിക്കുകയാണ് എന്നുള്ള പ്രചരണമാണ് നടത്തുന്നത്.
അത് ഈ ഭൂരിപക്ഷ പ്രീണനത്തിൻ്റെ ഭാഗമായിട്ട് CPM ചെയ്യുന്നതാണ്. അത് തിരിച്ചറിയാനും ഉള്ള ബോധ്യം ലീഗിനുണ്ട്. അവരതിനുള്ള ശക്തമായ മറുപടിയും കൊടുത്തിട്ടുണ്ട്. ആരാണ്? ഇപ്പോൾ അങ്ങനെ ഒരു പ്രസിദ്ധീകരണം, ഒരു നോട്ടീസ് വന്നല്ലോ, ഒരു വാർത്ത വന്നല്ലോ, അവർക്കെതിരായിട്ട് AICC നോട്ടീസ് കൊടുക്കുക. അങ്ങനെ ഒരു റിപ്പോർട്ടില്ലല്ലോ. സുനിൽ കനകോലുവിൻ്റെ ഒരു റിപ്പോർട്ടില്ലല്ലോ. ഞങ്ങൾ ഒരു സർവേ നടത്തിയിട്ടില്ലല്ലോ കേരളത്തിൽ. ആകെ ഒരു സർവേയാണ് ഈ പാർലമെൻറ്റ് ഇലക്ഷൻ കഴിഞ്ഞിട്ട് കേരളത്തെക്കുറിച്ച് വന്നിരിക്കുന്നത്. അത് ഇന്ത്യ ടുഡേ നടത്തിയ സർവേയാണ്. അതിൽ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് 42% വോട്ടും CPMന് 30% വോട്ടുമാണ്. ഞങ്ങൾക്ക് 110 സീറ്റ് കിട്ടും എന്നാണ് ഇന്ത്യ ടുഡേയുടെ സർവേയിൽ പറഞ്ഞിരിക്കുന്നത്. ആകെ പാർലമെൻറ്റ് ഇലക്ഷൻ കഴിഞ്ഞിട്ട് കേരളത്തെക്കുറിച്ച് വന്ന ഏക സർവേയാണ്. ഇതൊരു ഇംഗ്ലീഷ് പത്രം തട്ടിപ്പ് ഫേക്കായിട്ട് ഉണ്ടാക്കിയ സാധനമാണ്. അതിനെതിരായിട്ട് AICC ലീഗൽ നടപടികൾ എടുക്കുകയാണ് അവർക്കെതിരായിട്ട്. AICC പറഞ്ഞ് AICCയുടെ റിപ്പോർട്ടാണെന്ന് പറഞ്ഞ് ഇല്ലാത്തൊരു റിപ്പോർട്ട് ഉണ്ടാക്കി ഒരു ഇംഗ്ലീഷ് പത്രം കാണിച്ചിരിക്കുന്ന കാപഢ്യമാണ് CPMനെ സഹായിക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്ന. ഒരു കനകോല് റിപ്പോർട്ടും ഇവിടെ ഇല്ല. അത് ഞങ്ങൾ ഇന്നലെ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ വ്യക്തമാക്കിയല്ലോ. ഞങ്ങൾ നിയമ നടപടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകണം ആ സ്ഥാപനത്തിനെതിരായി, ഈ ഫേക്ക് ന്യൂസിനെതിരായിട്ട്. ഞങ്ങൾ ഈ ഇന്ത്യ ടുഡേയുടെ സർവേ പോലും ഞങ്ങൾ ആഘോഷിച്ചില്ല. ഞാനൊന്നും എൻ്റെ ഒരു പോസ്റ്റ് പോലും ഇട്ടില്ല. എന്താ കാരണം? അല്ല, അത് ഒരു സർവേയാണ്, അവരുടെ റിപ്പോർട്ടാണ്. ഞങ്ങൾ കഠിനാധ്വാനം ചെയ്ത് ഞങ്ങൾ 100 സീറ്റിലധികം ത്തോടുകൂടി ഞങ്ങൾ അധികാരത്തിൽ വരും. കഠിനാധ്വാനം ചെയ്ത്, കണ്ടീഷനിലാണ്. കഠിനാധ്വാനം ചെയ്താൽ നല്ല വിജയം ഉണ്ടാവുള്ളൂ. ആ കഠിനാധ്വാനം ചെയ്ത് ഞങ്ങൾ 100 സീറ്റിനധികം അധികാരത്തിൽ വരും. അതാണ് UDFൻ്റെ കഴിഞ്ഞ ഒരു ദിവസം മുഴുവൻ ചേർന്ന യോഗത്തിൻ്റെ തീരുമാനവും ഞങ്ങളുടെ ആത്മവിശ്വാസവും അത് തന്നെയാണ്. ഞങ്ങൾ ജനകീയ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടി ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ഞങ്ങളുടെ ഓൾട്ടർനേറ്റീവ് പറയും. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ എന്തു ചെയ്യും എന്ന് ഞങ്ങൾക്ക് ഓരോ കാര്യത്തിനും കൃത്യമായ വ്യക്തതയുണ്ട്. ഗവൺമെൻറ്റിനെ വിമർശിക്കുകയും ചെയ്യും, ഇവരുടെ ജനവിരുദ്ധ നിലപാടുകളെ എക്സ്പോസ് ചെയ്യുകയും ചെയ്യും. അതോടൊപ്പം അപ്പോൾ ഒരു ചോദ്യം വരും, നിങ്ങൾ അധികാരത്തിൽ വന്നാൽ എന്ത് ചെയ്യും, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ എന്ത് ചെയ്യും എന്നതിൻ്റെ ഓൾട്ടർനേറ്റീവ് കൂടി ഞങ്ങൾ പറയും. കേരളം സാമ്പത്തികമായി തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളോട് ചോദിക്കുന്നുണ്ട് പലരും, നിങ്ങൾ വന്നാൽ ഞങ്ങൾക്ക് കേരളത്തെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളുണ്ട്. ഞങ്ങൾ അത് പറയും ജനങ്ങളോട്. അത് വരും ഉറപ്പായിട്ട്. ഇന്നലെ ഞങ്ങൾ കൃത്യമായിട്ട് ഞാൻ അസംബ്ലിയിൽ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞതിനേക്കാൾ കൂടുതൽ പണം കൊടുത്തിട്ടുണ്ട്. കാരണം ഞാൻ ജനുവരി 25-ാം തീയതി NK പ്രേമചന്ദ്രൻ പാർലമെൻറ്റിൽ ചോദിച്ച ചോദ്യത്തിനാണ് ഉത്തരം പറഞ്ഞത്. അപ്പോൾ 900-ലധികം കോടി രൂപ കേരളത്തിന് 24-25 വർഷത്തിലേക്ക് തരണം. NHMനാണ്, ആശാവർക്കറിനല്ല. ഇത് ഈ മന്ത്രി കബളിപ്പിക്കുകയാണ്. ഈ ആശാവർക്കർ എന്നും പറഞ്ഞ് ഇയർമാർക്ക് ചെയ്തിട്ടല്ല തരുന്നത്. നാഷണൽ ഹെൽത്ത് മിഷൻ്റെ ഭാഗമായിട്ടാണ് അല്ലെങ്കിൽ ആശാവർക്കർക്ക് 900 കോടി രൂപ അതിൽ നിന്നാണ് ഇവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ അത് 24-25 ഈ വർഷത്തിൽ 97 കോടി രൂപ ഒഴിച്ചുള്ള മുഴുവൻ പണവും ജനുവരി 25-ാം തീയതി കൊടുത്തു എന്നാണ് പാർലമെൻറ്റിലെ റിപ്പോർട്ട്. അത് സത്യമാണ്. അതിനുശേഷം ഇപ്പോൾ ഇന്നലത്തെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ റിലീസ് ഫെബ്രുവരി 12-ാം തീയതി ബാക്കി കൂടി പണം കൊടുത്തു. ഇപ്പോൾ അനുവദിച്ചിരിക്കുക അലോക്കേഷനേക്കാൾ കൂടുതൽ പണം കൊടുത്തു എന്നാണ് കേന്ദ്ര ഗവൺമെൻറ് പറയുന്നത്. അത് സത്യമാണ്. ഈ 97 കോടി NHMലേക്ക് കിട്ടാനുള്ളപ്പോൾ മന്ത്രി നമ്മളെയല്ലേ കബളിപ്പിച്ചത്. ആശാവർക്കർക്ക് കൊടുക്കാനുള്ള ഇൻസെൻറ്റീവ് 100 കോടി കിട്ടാണ്ടെന്നാണ് നമ്മളോട് നുണ പറഞ്ഞത്. NHM എന്ന് പറയുന്നത് ഒരു ബൃഹത്തായ പ്രോജക്റ്റാണ്. ആ പ്രോജക്റ്റിലാണ് അന്ന് 100 കോടിയുടെ കുറവുണ്ടായിരുന്നത്. അത് കാരണം 2 മാസം കൊണ്ട്, ഫെബ്രുവരി മാർച്ച് കൊണ്ട്, ജനുവരി 25-ന് തന്നെ അത്രയും കൊടുത്തു. ഫെബ്രുവരി 12 ആയപ്പോൾ മുഴുവൻ കൊടുത്തു, അധികം കൊടുത്തു, പൈസ കൊടുത്തു NHMൽ. ഞാൻ ചോദിച്ചല്ലോ, കഴിഞ്ഞ 9 വർഷമായി NHMൽ സ്റ്റേറ്റിൻ്റെ ഷെയർ ഉണ്ട് 40%. അതിൽ സ്റ്റേറ്റ് എത്ര വെച്ചു എന്നുള്ളതിൻ്റെ കണക്ക് ഹാജരാക്കാൻ പറഞ്ഞല്ലോ. കണക്ക് ഹാജരാക്കണ്ടേ? ഇതൊക്കെ കബളിപ്പിക്കാൻ പറയുക കണക്ക് വെച്ചിട്ട്. പിന്നെ അവർ പറയുന്നത് 23-24 പണം കൊടുത്തിട്ടില്ല. അത് സ്റ്റേറ്റും സെൻട്രലും തമ്മിലുള്ള തർക്കമാണ്, ബ്രാൻഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട തർക്കമാണ്. അത് കേന്ദ്ര ഗവൺമെൻറ് വെച്ച നിർദ്ദേശം ഞങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാണ് എന്ന് കത്ത് കൊടുത്തു കേരളത്തിൽ നിന്ന്. കത്ത് കൊടുത്ത ഉടനെ അവർ 24-25 പൈസ കംപ്ലീറ്റ്
അവർ കൊടുത്തു, മുഴുവൻ പൈസയും കൊടുത്തു കഴിഞ്ഞു. അല്ല, ഞങ്ങൾ പറയാനുള്ളത് അവരെ വിളിച്ച് ചർച്ച ചെയ്ത് അവരുടെ ആനുകൂല്യം വർദ്ധിപ്പിക്കണം. LDF മാനിഫെസ്റ്റോയിൽ പറഞ്ഞ കാര്യമല്ലേ, ഇനി വർദ്ധിപ്പിക്കാൻ സമയമില്ലല്ലോ, പണി കഴിയാറായില്ലേ. അപ്പോൾ അവർ വിളിച്ച് ചർച്ച ചെയ്യണം. ഞാൻ പറയല്ലോ, കർണാടക ഗവൺമെൻറ് അവർ സമരം ചെയ്തു ഫ്രീഡം പാർക്കിൽ ബാംഗ്ലൂരിൽ. മുഖ്യമന്ത്രി വിളിച്ച് അവരുമായിട്ട് ചർച്ച ചെയ്തു, ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചിരുത്തി ചർച്ച ചെയ്തു. 10,000 രൂപയാക്കി ഓണറേറിയം വർദ്ധിപ്പിച്ചു. എന്നിട്ട് മുഖ്യമന്ത്രി എന്ത് ചെയ്തു? ഹെൽത്ത് കമ്മീഷണറെ, അവിടെ ഹെൽത്ത് കമ്മീഷണറാണ്, അദ്ദേഹത്തെ ഫ്രീഡം പാർക്കിൽ വിട്ട് ഗവൺമെൻറ്റിൻ്റെ തീരുമാനം അനൗൺസ് ചെയ്യിപ്പിച്ചു. ആ പടമാണ് ഞാൻ ഇന്നലെ പൊക്കി കാണിച്ചത്. ആഹ്ലാദത്തോടുകൂടി നിൽക്കുകയാണ് ആശാവർക്കർമാർ. അങ്ങനെയുള്ള ഒരു ഗവൺമെൻറ് ചെയ്യേണ്ടത്. ഇത് ഇവർ പാട്ടപ്പിരിവാരാണ്, സാംക്രമിക രോഗം പരത്തുന്ന കീടങ്ങളാണ്, പിന്നെ ഉമ്മ വിവാദം, എന്തൊക്കെയാണ് അവരെക്കുറിച്ച് മോശമായിട്ട് ഈർക്കിൽ. എന്നിട്ട് SUCI എന്ന് പറയുന്നത് ബംഗാളിൽ CPM-ൻ്റെ കൂടെ നിന്നില്ലേ കുറേ നാൾ ഇല്ലേ? SUCI ആണ് അതിൻ്റെ പുറകെ, സമരത്തിൻ്റെ പുറകെ. SUCI എന്താ ഇന്ത്യയിൽ നിരോധിച്ചിട്ടുള്ള പാർട്ടിയാണോ? ആണോ? അവർ കുറേ സ്ത്രീകൾ ഈ CAT-യും INTUC ഒക്കെ ഇതേ കാര്യത്തിൽ സമരം ചെയ്തിട്ടില്ല, ഇതേ കാര്യത്തിൽ സമരം ചെയ്തിട്ടില്ലാണ് കേരളത്തിൽ. അവരെ സമരത്തെ ഈ മന്ത്രിമാരെ അപമാനിച്ചപ്പോഴാണ് അതിന് കൂടുതൽ ഫോക്കസ് കിട്ടിയത്. ആരോഗ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും ഈ സമരത്തെ അപമാനിച്ച് സംസാരിച്ചപ്പോഴാണ് അതിന് കൂടുതൽ ഫോക്കസ് കിട്ടിയത്. അവരെ ഒരു വല്ലാത്ത രീതിയിൽ അബ്യൂസ് ചെയ്യുന്ന കണ്ടപ്പോഴാണ് ഞങ്ങൾ ഇടപെട്ടത്. ഞങ്ങൾ ആ സമരത്തിന് പിന്തുണ കൊടുത്ത് ഞങ്ങളും കൂടി ആവശ്യപ്പെടുന്ന ഒരു കോസല്ലേ. 10 കൊല്ലം മുമ്പ് ഇത് 10,000 രൂപയാക്കണമെന്ന് പറയും ഈ ഇളമരങ്കരിയും നിയമസഭയിൽ സബ്മിഷൻ അവതരിപ്പിച്ചല്ലേ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത്. പിന്നെ ഈ ഒരു ഡിമാൻഡ് ജെനുവിൻ അല്ല എന്ന്, ഈ ഒരു ഡിമാൻഡ്, അവരുടെ ഡിമാൻഡ് ജെനുവിൻ അല്ല എന്ന് എങ്ങനെ CPM-ന് പറയാൻ പറ്റും? ഇങ്ങനെ ഇരട്ടത്താപ്പ് പാടില്ല. ഇന്ന് മുതലാളിത്ത സ്വഭാവം. തൊഴിലാളികൾ സമരം ചെയ്യുമ്പോൾ അവരോട് മാന്യമായി പെരുമാറുമെങ്കിലും വേണ്ട, കൊടുക്കുന്നതിനേക്കാൾ പ്രധാനം മാന്യമായി പെരുമാറുമല്ലേ. സമരം ചെയ്യുക എന്ന് പറയുന്നത് ഇത്രയും വലിയ ഒരു തെറ്റാണോ കേരളത്തിൽ? മുതലാളിത്ത സ്വഭാവം വന്നു CPM നേതാക്കൾക്ക്. അതാണ്. ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു സമരത്തെ, ഈ സ്ത്രീകൾ നടത്തുന്ന ഒരു സമരത്തെ, എന്തൊരു ബന്ധമുള്ളവരാണ് ഈ ആശാവർക്കർമാർ. എനിക്കൊക്കെ എൻ്റെ എല്ലാ വാർഡിലെയും ആശാവർക്കർമാരെ എൻ്റെ നിയോജകമണ്ഡലത്തിൽ അറിയാം. അത്ര പോപ്പുലറാണ് അവർ. എല്ലാ വീടും കയറി ഇറങ്ങി നടക്കുക. ഞാൻ ഇന്നലെ അവരുടെ ജോലി ഭാരത്തെക്കുറിച്ച് വിശദീകരിച്ചില്ലേ. ഒരു മിനിറ്റ് നിൽക്കാൻ പറ്റില്ല. ഓട്ടോണ് എപ്പോഴും. വീട്ടിൽ ചെന്നാൽ പോലും ജോലിയാണ്, കുത്തിക്കുറിക്കലാണ്, ഈ കണക്കും കാര്യങ്ങളും കൊടുത്ത്. എന്നിട്ട് അവരോട് പെരുമാറ്റം കണ്ടില്ലേ ഗവൺമെൻറ്റിൻ്റെ? എന്തൊരു അഹങ്കാരമാണിത്. അതാണ് ഞങ്ങളതിനെ എതിർക്കുന്നത്, നമ്മളതിനെ സപ്പോർട്ട് ചെയ്യും.